മന്ത്രി ആന്റണി രാജു പ്രതിയായ തൊണ്ടിമുതൽ കേസിൽ വിധി ഇന്ന്. തിരുവനന്തപുരം നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി കുറ്റപത്രം സമർപ്പിച്ച് 19 വർഷങ്ങൾക്ക് ശേഷമാണ് വിധി പറയുന്നത്. മയക്കുമരുന്ന് കേസിലെ പ്രതിയെ രക്ഷപ്പെടുത്താൻ LDF നേതാവും MLAയും മുൻ മന്ത്രിയുമായ ആന്റണി രാജു തൊണ്ടിമുതൽ കൃത്രിമം നടത്തിയെന്നാണ് കേസ്. ന്യൂ ഇയർ ആഘോഷത്തിൽ പങ്കെടുത്ത് ഭക്ഷണം കഴിച്ചവർക്ക് ഭക്ഷ്യവിഷബാധ. ഭക്ഷണം കഴിച്ച 60ഓളം പേർക്ക് ഛർദിയും വയറിളക്കവും തളർച്ചയും ഉണ്ടായതിനെ തുടർന്ന് കുട്ടികൾ ഉൾപ്പെടെ 45ഓളം പേർ ആലപ്പാട് ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി. പഴുവിൽ SN റോഡിൽ വടക്കുംതറ കൂട്ടായ്മയുടെ ന്യൂ ഇയർ ആഘോഷത്തിനിടയിൽ വിതരണം ചെയ്ത ഇറച്ചിയും പൊറോട്ടയും കഴിച്ചവർക്കാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായത്. തൃപ്രയാർ ക്ഷേത്രത്തിനടുത്തുള്ള കാറ്ററിംഗ് സ്ഥാപനത്തിൽ നിന്ന് എത്തിച്ചതാണ് ഭക്ഷണമെന്നാണ് സംഘാടകർ പറഞ്ഞത്. വട്ടിയൂർക്കാവ് MLA VK പ്രശാന്തുമായുള്ള ശാസ്തമംഗലം കൗൺസിലർ R ശ്രീലേഖയുടെ ഓഫീസ് തർക്കം തുടരുന്നു. ശാസ്തമംഗലത്തെ ഓഫീസിൽ VK പ്രശാന്ത് MLAയുടെ നെയിം ബോർഡിന് മുകളിലായി ശ്രീലേഖ പുതിയ നെയിം ബോർഡ് സ്ഥാപിച്ചു. ഇതിന്റെ ചിത്രങ്ങളും ശ്രീലേഖ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചു. MLA ഓഫീസിൽ ശാസ്തമംഗലത്തെ BJP കൗൺസിലർ R ശ്രീലേഖ അതിക്രമിച്ചു കയറിയെന്ന് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയ അഭിഭാഷകനെയും ശ്രീലേഖ പരിഹസിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലീഗിന് കൂടുതൽ സീറ്റിന് അർഹതയുണ്ടെന്നും മുന്നണി യോഗത്തിൽ അക്കാര്യം പറയുമെന്നും പാണക്കാട് സാദിഖ് അലി തങ്ങൾ. കോട്ടയം അടക്കമുള്ള ജില്ലകളിൽ മത്സരിക്കാൻ ആഗ്രഹമുണ്ട്. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ UDFൽ എത്തിക്കാനുള്ള നീക്കം തുടരുന്നുവെന്ന് വ്യക്തമാക്കിയ തങ്ങൾ കേരള കോൺഗ്രസിന്റെ മനസ്സ് UDFനൊപ്പം എന്നും ചൂണ്ടിക്കാട്ടി. കൊട്ടാരക്കര പള്ളിക്കൽ ഏലാപ്പുറം സർപ്പക്കാവിൽ അതിക്രമിച്ചു കയറി വിഗ്രഹവും ക്ഷേത്രസ്വത്തുക്കളും നശിപ്പിച്ച കേസിലെ പ്രതി പിടിയിലായി. മൈലംപള്ളിക്കൽ മുകളിൽ വീട്ടിൽ രഘുവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഡിസംബർ 21 രാത്രിയിലായിരുന്നു സംഭവം.